റിപ്പോർട്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. കുറ്റമെന്തെന്നറിയാതെ പ്രതി ചേർക്കപ്പെടുക, വിചാരണയില്ലാതെ ജയിലിൽ കഴിയുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവമായി തീർന്നിട്ടുണ്ട്. പരപ്പനങ്ങാടിയിലെ സക്കരിയ എന്ന യുവാവിൻ്റെ ഗതിയും ഇതേ വഴിയിലാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ്. 2008 ബാംഗ്ലൂർ സ്ഫോടന കേസിലാണ് സക്കരിയ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 4 വർഷമായി കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിലാണ് സക്കരിയ. വീട്ടുകാർക്കോ നാട്ടുകാർക്കോ സക്കരിയ ഇത്തരം ഗൂഢപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതായി അറിയില്ല. സക്കരിയയുടെ ഉമ്മയും കാത്തിരിക്കുന്നു, മകൻ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരുമെന്ന വിശ്വാസത്തിൽ. പരപ്പനങ്ങാടി കുണിത്തൊടി തറവാട്ടിലെ ബിയുമ്മയുടെ അടുപ്പിൽ വേവുന്നത് വേദനകളാണ്. ഇവരുടെ മകൻ 4 വർഷമായി വിചാരണ കാത്ത് കർണാടകയിലെ ജയിലിൽ കഴിയുന്നു. 5-ാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട സക്കരിയയ്ക്ക് ഉമ്മയും ബാപ്പയുമെല്ലാം ബിയുമ്മ തന്നെയായിരുന്നു. പഠനം കഴിഞ്ഞ് ചെറിയ ജോലി നോക്കി കഴിയവെയാണ് സക്കരിയ കേസിൽ പ്രതിയാകുന്നത്. ഇനി എന്ന് കാണാൻ കഴിയുമെന്നറിയാതെ ബിയുമ്മയും കുടുംബവും ദിവസങ്ങൾ തള്ളി നീക്കുന്നു. മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയിലെ ബീച്ച് റോഡിലാണ് സക്കരിയയുടെ വീട്. ബിയുമ്മയുടെ 3 മക്കളിൽ ഇളയവനാണ് സക്കരിയ. സിറാജ്, ഷരീഫ് എന്നിവർ സഹോദരങ്ങൾ. പിതാവ് കുഞ്ഞു മുഹമ്മദ് നേരത്തെ മരിച്ചു. ശരാശരിയിൽ താഴെ സാമ്പത്തിക നിലവാരം. 2009 ഫെബ്രുവരി 5 രാവിലെ 10 മണിക്ക് കർണാടക പോലീസ് സക്കരിയയെ അറസ്റ്റ് ചെയ്തു. തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തിരൂരിലെ ഗൾഫ് മാർക്കറ്റിൽ സക്കരിയ ജോലി ചെയ്തിരുന്ന കടയിലേക്ക് പോലീസ് സംഘത്തിലെ ഒരാൾ വരികയും വിളിച്ചിറക്കി കൊണ്ടുപോവുകയുമായിരുന്നു. സംഭവിക്കുന്നത് എന്താണെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ല. അറസ്റ്റ് എന്തിനാണെന്നോ എവിടേക്കാണ് കൊണ്ടുപോയതെന്നോ ആർക്കും അറിയില്ലായിരുന്നു. മലപ്പുറത്തേക്ക് പോകുന്നതായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നതാണ്. രാവിലെ 11 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഗൾഫ് മാർക്കറ്റിൽ കുറേ ആളുകൾ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നു എന്ന ഒരു വിവരമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ചെന്ന് ഈ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ആരെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടുപോണേ, എന്താണിത് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ആരും ഒന്നും മിണ്ടണില്ല. ഞാൻ ശബ്ദം ഉയർത്തി കുറേ ഉറക്കത്തിൽ ചോദിക്കുകയും എൻ്റെ പത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് കാണിക്കുകയും ചെയ്തപ്പോൾ വാഹനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. അല്ല, മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഒരു CI ആയിരുന്നു. അദ്ദേഹം ഐഡൻറ്റിറ്റി കാർഡ് എനിക്ക് കാണിച്ചു തന്ന് ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ കടയിൽ ജോലി ചെയ്തിരുന്ന സക്കരിയ എന്ന് പറയുന്ന ഒരു പയ്യൻ അതിൽ ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും രണ്ടാമത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് പറഞ്ഞത് 17ഓളം സ്ഫോടന കേസിൽ പ്രതിയാണ്, വളരെ ക്രിമിനലാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ സക്കരിയയെ ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. സക്കരിയ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിട്ട് ആ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലായത്. സക്കരിയയെ ബാംഗ്ലൂരിലേക്കാണ് കൊണ്ടുപോയതെന്നറിഞ്ഞപ്പോൾ കുടുംബം പകച്ചു നിന്നു. 2008 ജൂലൈ 25 ബാംഗ്ലൂരിലെ 9 സ്ഥലങ്ങളിൽ സ്ഫോടന പരമ്പര നടന്നത്. മടിവാള ചെക്ക് പോസ്റ്റിനടുത്ത് ബസ് കാത്തുനിന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു. 7 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ മുജാഹിദീനാണ് സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ്. കണ്ണൂർ സ്വദേശി തടിയന്റെ വിട നസീറിനെ 1-ാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 32 പ്രതികൾ. അവസാന പ്രതിയായി PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനിയും. പരപ്പനങ്ങാടി സ്വദേശികളായ അബ്ദുറഹീം എന്ന അഫ്താബ്, ഉമർ ഫാറൂഖ് എന്നിവർ 12ഉം 16ഉം പ്രതികളാണ്. VP മുഹമ്മദ് സക്കരിയ എന്ന സക്കരിയ 8-ാം പ്രതിയും. ഗൂഢാലോചന, സ്ഫോടനത്തിനാവശ്യമായ മൈക്രോ ചിപ്പുകൾ നിർമ്മിച്ചു നൽകൽ എന്നിവയാണ് സക്കരിയയ്ക്ക് മേലുള്ള കുറ്റം. സ്ഫോടന പരമ്പര കേസുമായി സക്കരിയയെ ബന്ധപ്പെടുത്താൻ കർണാടക പോലീസ് നിരത്തുന്ന തെളിവുകൾ ഇവയാണ്. പരപ്പനങ്ങാടിയിൽ മുസ്ലിം ആത്മീയ വേദിയായ ത്വരീഖത്ത് ക്ലാസ് നടന്നിരുന്നു. ഇതിൽ തീവ്രവാദ സ്വഭാവമുള്ള ആശയങ്ങളാണ് പ്രചരിപ്പിച്ചിരുന്നത്. പ്രതികളായ അബ്ദുറഹീമിനും ഉമർ ഫാറൂഖിനുമൊപ്പം സക്കരിയ ത്വരീഖത്ത് ക്ലാസിൽ പങ്കെടുത്തു. അബ്ദുറഹീമിന്റെ